പറ പ്രിയങ്കേ. നമ്മൾ തയ്യാറാക്കിയിരുന്ന എല്ലാ പദ്ധതികളും പൊളിഞ്ഞല്ലോ ആന്റി. അയ്യോ, എന്താ പ്രിയങ്ക പറ്റിയേ? എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ, വിശദമായി പറ. ആ വൈജയന്തി എയർപോർട്ടിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ എന്റെ കുറച്ച് ആളുകളെ അയച്ചിരുന്നു. എന്നിട്ട് അവരെല്ലാവരും അവിടെ കാത്തുനിന്നു. എന്നാ അവൾ എയർപോർട്ടിന്റെ പുറത്തിറങ്ങിയ സമയത്ത് മറ്റാരോ വന്ന് അവിടെ അവളെ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, എന്തൊക്കെയാ കേൾക്കുന്നേ? ആരാ അത് ചെയ്തത്? അറിയില്ല ആന്റി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും പ്രിയങ്കേ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്ത് ചെയ്യണോന്നറിയില്ല. ആകെ ഒരു ടെൻഷൻ. കല്യാണം തീരുമാനിച്ചു വെച്ചിരുന്ന പെണ്ണിനെ ആരായിരിക്കും തട്ടിക്കൊണ്ടുപോയിരിക്കുക? ആരായിരിക്കും ഇങ്ങനെ ഒരു കൃത്യം ചെയ്തിരിക്കുക? ആ പ്രിയങ്കേ, എനിക്കൊരു സംശയം. ദേ, ആ സംശയം സത്യമാകാനാ 100% സാധ്യത. എന്താ ആന്റി? ആന്റി എന്താ സംശയിക്കുന്നേ? അതെ പ്രിയങ്കേ, നിന്നെപ്പോലെ ഈ കല്യാണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, ആ ആള് തന്നെയാ ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ. ആരാ ആന്റി? നമ്മുടെ പ്ലാനിങ് അതേപടി നടപ്പിലാക്കി അവനെ സമ്മതിക്കണം. ആരെ ആന്റി സംശയിക്കുന്നേ? വേറെ ആര് പ്രിയങ്കേ? ഇവിടെ ഒരുത്തനില്ലേ, ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും വേണ്ടി എല്ലാം ത്യജിക്കാനും മരിക്കാനും നടക്കുന്ന ഒരുത്തൻ, അരവിന്ദ്. അവനെ അത് ചെയ്യൂ, അതെനിക്ക് ഉറപ്പാ. അവനായിരിക്കും ആന്റി. ഒരു സംശയം വേണ്ട പ്രിയങ്കേ, അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത്. കൃത്യമായിട്ട് തയ്യാറാക്കി വെച്ച എല്ലാ പ്ലാനുകളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നല്ലോ ആന്റി. നീ സമാധാനപ്പെട്. ഇനി എന്താ വേണ്ടതെന്ന് ചിന്തിക്കും. ആ, ഏതായാലും എന്റെ സംശയം ഞാൻ ഒന്നുകൂടി ഉറപ്പിച്ച ശേഷം നിന്നെ ഒന്നുകൂടി വിളിക്കാം. ശരി. അരവിന്ദ്, എന്തായി? വൈജയന്തി എവിടെ ഒളിപ്പിച്ചു? പ്ലാൻ എല്ലാം പൊളിഞ്ഞു. എന്തു പറ്റി? ഇടയിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ അവിടെ എത്തിയതാണ്. യാത്രക്കാർ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വന്നു തുടങ്ങിയതായിരുന്നു. ആ അറൈവൽ ഭാഗത്ത് ട്രോളി ബാഗുമായിട്ട് അവൾ വന്നിറങ്ങുന്നതും കണ്ടതാ. പക്ഷെ നമ്മുടെ ആൾക്കാർ കാർ എടുക്കാൻ തുടങ്ങുകയും പെട്ടെന്ന് മറ്റാരോ വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട്. ആരായിരിക്കും അവൾ ഇത്ര പെട്ടെന്ന് കാറ് കയറ്റിക്കൊണ്ടുവെന്ന് ഞാൻ ആലോചിക്കുന്നത്. അവളെ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം ഇപ്പൊ മറ്റാർക്കുള്ളത്? അത് ഈ കുടുംബത്തിലുള്ളവര് തന്നെ ചെയ്തത് അരവിന്ദ്. നീ പറഞ്ഞത് മനസ്സിലായില്ല. തൃച്ചംബരത്ത് ആനന്ദിന് കല്യാണം ആലോചിച്ചിരിക്കുന്ന പെണ്ണ മംഗലത്ത് വൈജയന്തി. അപ്പോ തൃച്ചംബരത്തുള്ളവർക്കേ അവളെ കൊണ്ട് ആവശ്യമുള്ളൂ. എടീ, നീ ഇങ്ങനെ സസ്പെൻസിൽ നിർത്താതെ തെളിച്ചു പറ. ഇതിന്റെ പിന്നിൽ വിലാസിനി ആന്റി അരവിന്ദ്. ഇത്തരം കുതന്ത്രങ്ങൾക്ക് മുതിരാൻ അവർക്ക് മാത്രമേ കഴിയൂ. ഈ സംശയം എനിക്ക് തോന്നാതിരുന്നില്ല. പക്ഷെ എന്തിന്? അല്ല, ഈ കല്യാണം എന്തായാലും ഒഴിവാക്കാനല്ലേ ഇളയമ്മ ശ്രമിക്കുള്ളൂ. പിന്നെ ഇളയമ്മ എന്തിനാ അവളെ തട്ടിക്കൊണ്ടുപോകുന്നേ? അതിന് കാരണമുണ്ട് അരവിന്ദ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ അങ്കിളിന്റെ ജീവൻ ആപത്താ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആന്റി ഉണ്ടാവില്ല. ആ അവസരം വിലാസിനി ആന്റി മുതലെടുക്കും. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പൊ തന്നെ ചോദിക്കണല്ലോ. പറഞ്ഞു തീർന്നില്ല, അതേ നിക്കണു. എന്താ എന്നെ കുറിച്ച് ഇത്രയേറെ പറയാൻ? അയ്യോ, ഇത് ഇളയമ്മയ്ക്കെതിരായിട്ടുള്ള ഏഷ്യനൊന്നല്ലായിരുന്നു. അതൊക്കെ ഞങ്ങൾ പണ്ട് നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ല, റോയുടെ കല്യാണം നടത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയല്ലേ ഇളയമ്മ.
ആ അല്ല ഞാന് ഇളയമ്മേനെ കാണാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയിരുന്നു. എന്തിന്? അല്ല എന്താണ് ഇളയമ്മയുടെ ഉദ്ദേശം? ഏ? അല്ല ഒരേ ഗ്രൗണ്ടിൽ ഒരേ സമയം 2 പ്ലേ നടത്താനുള്ള പരിപാടിയാണോ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഒരു നന്ദി ഇളയമ്മ അറിയിക്കുന്നുണ്ട്. നന്ദിയോ? എന്തിന്? അല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇളയമ്മ ഒരു നല്ല കാര്യം ചെയ്തല്ലോ, അതിന്. പക്ഷേ ഇളയമ്മയുടെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇങ്ങനെ നീട്ടി പരത്താത്ത കാര്യം എന്താന്ന് വെച്ചാ തുറന്നു പറയടാ. അല്ല ഇപ്പൊ എന്നോട് എന്തിനാ നന്ദി പറയുന്നത്? ആ വൈജയന്തിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം മുടക്കുന്നതിന് 1000 നന്ദി. അപ്പോ അവളെ തട്ടിക്കൊണ്ടുപോയത് നീയല്ലേ? ഇങ്ങനൊരു വാർത്ത കേട്ട് കഴിഞ്ഞപ്പോ അത് നീയാണോന്നറിയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഇളയമ്മയല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയത്? അല്ല, സത്യം. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ എന്തിനാ അവളെ തട്ടിക്കൊണ്ടുപോകുന്നേ? കല്യാണം മുടക്കാനോ? ഈ കല്യാണം മുടങ്ങിയാലേ ശിവരാമേട്ടന്റെ ജീവനാ ആപത്ത്. അപ്പൊ ഞാനത് ചെയ്യോ? പിന്നാരായിരിക്കും അവളെ തട്ടിക്കൊണ്ടുപോയത്? ആ എനിക്കും അതാ മനസ്സിലാവാത്ത. അത് ഞാനായിരുന്നു. ഞാനായിരുന്നു വൈജയന്തി എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. തട്ടിക്കൊണ്ടുവന്നൊന്നുമല്ല, കൂട്ടിക്കൊണ്ടുവന്നത്. ഒരർത്ഥത്തിൽ രക്ഷിച്ചതാ ഞാൻ. വൈജയന്തി ഇവിടെയുണ്ട്. എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് നിനക്കറിയല്ലോ. നിന്നെ നിന്റെ ആൾക്കാരെയൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. ഈ കല്യാണം തടയാൻ ഇവിടെ പലരും ശ്രമിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. കല്യാണ പെണ്ണിനെ വരെ തട്ടിക്കൊണ്ടുപോകാൻ മടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതിനൊരു മുൻകരുതലായിട്ടാണ് ഇക്കാര്യം ഞാൻ ചെയ്തത്. ഇനി അത്തരം സാഹസികതകളൊന്നും വേണ്ട. ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. അച്ചടാ, കല്യാണി അല്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്, കഥകളായും വർണ്ണനകളായും. നേരിട്ട് കണ്ടപ്പോ അറിഞ്ഞതിലും ഗുണഗണമൊത്തവൾ. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. മറ്റുള്ളവർക്ക് എന്തും കൊടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അത് തന്നെ ധാരാളം. കല്യാണി, താങ്ക്സ് ഫോർ എവറിത്തിങ്.
വൈജയന്തി, ശ്ശോ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ. വാ ചോദിക്കട്ടെ, വാ. എത്ര പെട്ടെന്ന് അവസരങ്ങൾ ഒത്തുവരുന്നത്. നന്ദന കുടിക്കുന്ന പാലില് ഈ പൊടി കലർത്തണം. അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കൊല്ലണം. ആരും ഇല്ലേ? ഭാഗ്യം, ഇത് തന്നെ പറ്റിയ അവസരം. നന്ദനെ കുളിക്കാം. ദുർമന്ത്രവാദി, നിങ്ങൾ ഭയങ്കരം തന്നെ. ഭസ്മം പാലേ കലക്കാൻ ഞാൻ വന്ന സമയം നോക്കി തന്നെ നന്ദനെ കുളിപ്പിക്കാൻ കയറ്റി. നിങ്ങളെ സമ്മതിച്ചു. കൂടോത്ര ഭസ്മം ഞാൻ പാലിലേക്ക് കലർത്താൻ പോവാ. ഇത് നന്ദന വന്ന് കുടിക്കും. കുടിച്ചു കഴിഞ്ഞ ഉടൻ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒന്ന് കരയുക പോലും ചെയ്യാതെ ഡിം. സ്പൂണും വിരലുണ്ടല്ലോ. അയ്യോ അയ്യോ, രുചിക്കേണ്ടിയിരുന്നില്ല. മന്ത്രവാദിയുടെ ചാത്തം കുഞ്ഞ് വയറ്റിലേക്ക് നുഴഞ്ഞു കയറൂ. ഇല്ല. രാമായണങ്കിള്. രാമായണനങ്കിളല്ല, നാരായണനങ്കിൾ. അതെ അതെ, ഭയങ്കരം. നീ എന്താ പാല് തിളക്കിയത്? അത് കൂടോ കുങ്കുമപ്പൂ. കൂടോ കുങ്കുമപ്പൂവോ? അല്ല, കുങ്കുമപ്പൂ. നന്ദന പ്രഗ്നന്റ് അല്ലേ, അപ്പൊ നന്നായിട്ട് വെളുക്കണം. എന്നാലേ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നല്ല വെളുപ്പുണ്ടാവുള്ളൂ. നന്ദനയ്ക്ക് ഇപ്പൊ തന്നെ നല്ല വെളുപ്പുണ്ട്. ഇനി നീയായിട്ട് കൂടുതൽ വെളുപ്പിക്കാൻ നോക്കണ്ട. ശരിക്കും വെളുക്കേണ്ടത് നീയാ. നിനക്ക് ഈ വെളുപ്പ് പോരാ. അതുകൊണ്ട് ആ കൂടോ കുങ്കുമപ്പൂ കലക്കിയത് നീ തന്നെ അങ്ങ് കുടിക്ക്. അയ്യോ, എനിക്ക് വേണ്ട. എനിക്ക് ഇത്ര വെളുപ്പേ പാടുള്ളൂ. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ തന്നെ കുടിക്കണം. നിനക്കിപ്പോ അത്ര ക്ഷീണവും ഉണ്ട്, അതുകൊണ്ട് അത് കുടിക്ക. അയ്യോ വേണ്ട അങ്കിളെ. കുടിക്കടി, ഇല്ലെങ്കിൽ പെടലിക്ക് കുത്തിപ്പിടിച്ച് ഞാൻ കുടിപ്പിക്കും. കുടിക്ക.
എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ കൃതാർത്ഥയായി, സംതൃപ്തയായി. വയറ്റിനും മനസ്സിനും ഒരു സമാധാനം അല്ലേ? അതെ, ഭയങ്കര സമാധാനം. ശാന്തി. ഓം ശാന്തി. ശാന്തി. താങ്ക്സ്. എന്നാ ഞാൻ പോട്ടെ. അയ്യോ, ഞാൻ ആന വെറുതെയിട്ട് രൂപാന്തരം പ്രാപിച്ചു. അയ്യോ, 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 എന്റെ ഉളംകുഴിയപ്പാ. അയ്യോ, എനിക്ക് വയ്യേ. ആ പീക്കിരിക്കണ്ട മന്ത്രവാദി ഏത് പൊടിയാണോ കലക്കാൻ തന്നത്? അയ്യോ, വല്ല സൈനൈഡ് പൊടി വല്ല അതിനകത്തുണ്ടായിരുന്നോ എന്തോ. അയ്യോ. ആ അമ്മേ, എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണെന്ന് അറിയാമോ? പ്രത്യേകിച്ച് അഖില ആന്റിക്ക്. ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് വരാം. ലോക്കറിൽ നിന്ന് ഓർണമെന്റ്സ് ഒക്കെ എടുക്കണ്ടേ? അയ്യോ, എനിക്ക് വയ്യേ. ഇതൊന്നും വരുന്നുമില്ലല്ലോ. ഏയ്, അതുകൊണ്ടൊന്നും അല്ലമ്മേ. ആ ശരി ശരി അമ്മേ, ഞാൻ വരാം. എന്റെ പ്രിയപ്പെട്ട പ്രധാന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? നോ നോ നോ, പനീർ ടിക്കൊന്നും വേണ്ട. നല്ല പഴങ്ങഞ്ഞി, കാന്താരി മുളകും, കട്ട തൈര്, നല്ല കടുമാങ്ങ അച്ചാറ്, ഉണക്ക ചെമ്മീൻ ചമ്മന്തി. എന്നാ താമസം? ആവശ്യ സമയത്ത് വരേണ്ടത് വരെയൂല്ല. എന്നാ ഒരു ചിക്കനും മട്ടനും കൂടി ചേർന്നുള്ള ഒരു സദ്യ വന്ന് നോക്കട്ടെ. അതിന്റെ തലേ ദിവസം പനി ഛർദിലുമായിരിക്കും. അങ്ങനെയാ അമ്മ ചില ഇഷ്ടങ്ങള്. ഹൃദയത്തിൽ കയറിപ്പോയാ അതോളം രുചി വരില്ല മറ്റൊന്നിനും. അയ്യോ അയ്യോ ഈശ്വര, എനിക്ക് വയ്യേ. തലയും കറങ്ങുന്നല്ലോ. നന്ദനയുടെ അച്ഛ ആ കാലമാടൻ ആ സമയത്ത് അവിടെ കയറി വരുന്നത് ആര് കണ്ടു? അല്ലെങ്കിൽ അത് മൊത്തം വയറ്റി പോയേനെ. ആ ഓക്കെ ഓക്കെ, എന്നാ അമ്മ വച്ചേക്ക്, ഞാൻ എത്തിക്കോളാം. അയ്യോ, അയ്യോ, എന്താ ജയന്തി, എന്തു പറ്റി? രാവിലെ തന്നെ ഓക്കാനാണല്ലോ. ഇന്നലെ ദഹിക്കാത്ത വല്ലതും കഴിച്ചോ? രാവിലെ എനിക്ക് വൈറസിന്റെ ഇൻസ്പെക്ഷനാ. ഇൻസ്പെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ. അല്ല, ഒരുവിധപ്പെട്ട വൈറസ് ഒന്നും ഈ ബോഡിയിലേക്ക് കേറേണ്ടതല്ലോ. ഒരു വൈറസ് തൃച്ചംബരത്ത് വന്ന് കേറിയിട്ടുണ്ടല്ലോ. ഇനി അതിൽ കൂടുതൽ എന്ത് വൈറസ് വരാൻ? ജയന്തി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല. മനസ്സിലിപ്പോ എന്തോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അയ്യോ, ഞാനോ? എന്നാ പിന്നെ ആയിക്കോട്ടെ, ഛർദില് ഭംഗിയെ നടക്കട്ടെ. ജയന്തി, എന്താ? നിന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ ഉദ്ദേശിച്ചതേ മണ്ഡപത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രാജീവിന്റെ കാര്യമാണ്.